Subscribe now and press the bell icon. Never miss an update. മരിക്കാത്ത പ്രവാചക ശബ്ദം. പഴയ നിയമ പാരമ്പര്യത്തിലെ പ്രഖ്യാതനായ പ്രവാചകനാണ് ഏലിയ. അദ്ദേഹം മരിച്ചതായി ബൈബിളിൽ പറയുന്നില്ല. രഥങ്ങളിൽ ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടു പോലും. ഈ പ്രവാചകൻ ദുരന്തകാലങ്ങളിൽ വീണ്ടും വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. സ്നാപകയോഹന്നാനും യേശുവും വന്നപ്പോൾ ഇതാ ഏലിയ വന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. പാവപ്പെട്ടവന് നീതി നിഷേധിച്ചു കൊന്നപ്പോൾ രാജാവിനെ തടഞ്ഞു നിർത്തി വെല്ലുവിളിച്ചത് ഏലിയായാണ്. ധർമ്മത്തിന് കാവലാകേണ്ടവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവർക്കെതിരെ ഏകനായി അടരാടിയവനാണ് ഏലിയ. പ്രവാചകൻ എന്നതിനേക്കാൾ ഉചിതമായ പദം ദീർഘദർശി എന്നതായിരിക്കും. ദീർഘദർശി അകലെയുള്ളത് കാണുന്നവനാണ്, ഭാവി കാണുന്നവൻ. ധർമ്മത്തിന്റെ നിർവചനം ഭാവിക്ക് വർത്തമാനത്തിന് മേലുള്ള അവകാശമെന്നാണ്. അപാരമായ കാവ്യ സംസാരത്തിൽ കവിയാണ് പ്രജാപതി എന്നതാണ് ഭാരതീയ പാരമ്പര്യം. കവി സൃഷ്ടാവാണെന്നർത്ഥം. നാളെയെ സൃഷ്ടിക്കുന്ന കവി ദീർഘദർശനമുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് കവി അഥവാ സാഹിത്യകാരൻ അരിസ്റ്റോട്ടിലിന് നാളെയുടെ കഥ പറയുന്നവൻ ആക്കുന്നത്. കാളിദാസൻ വാൽമീകിയെക്കുറിച്ച് പറഞ്ഞത് രുദിതാനുസാരി കവി എന്നാണ്. കരച്ചിലിന്റെ പിന്നാലെ പോകുന്നവൻ കവി. അനീതിയിൽ കരയുന്നവർക്ക് ഭാഷ കൊടുക്കുന്നു കവി. പാശ്ചാത്യ പാരമ്പര്യത്തിൽ മേരി ഷെല്ലി എഴുതിയതുപോലെ കവികൾ കാലഘട്ടത്തിന്റെയും ദേശീയതയുടെയും സാഹചര്യമനുസരിച്ച് പഴയ യുഗങ്ങളിൽ പ്രവാചകന്മാരെന്നും നിയമനിർമ്മാതാക്കളെന്നും വിളിക്കപ്പെട്ടിരുന്നു. മേരി ഷെല്ലി ഈശ്വരവിശ്വാസിയായിരുന്നില്ലെങ്കിലും അനുദിനം ബൈബിൾ വായിച്ചിരുന്നു. അധികാരത്തിലായിരിക്കുന്ന അവബോധത്തെ വിമർശിക്കുകയും അഴിച്ചുപണയുകയും ചെയ്യുന്നത് പ്രവാചക സങ്കല്പമാണ്. പോളണ്ടിൽ ജനിച്ച് അമേരിക്കയിൽ ജീവിച്ച യഹൂദ പണ്ഡിതനായ അബ്രഹാം ജോഷുവ ഹെസ്കൽ എഴുതി, നിശബ്ദമായ ആകുലതയ്ക്ക് ദൈവം നൽകുന്ന ശബ്ദമാണ് പ്രവചനം. ലോകസമ്പത്ത് കൊള്ളയടിക്കപ്പെട്ട പാവപ്പെട്ടവന്റെ ശബ്ദം. അത് ദൈവവും മനുഷ്യനും സന്ധിക്കുന്ന ബിന്ദുവാണ്. ജീവിതത്തിന്റെ ആ ശൈലി പ്രവാചക ശബ്ദത്തിലുള്ള ദൈവത്തിന്റെ രോക്ഷമാണ്. പ്രവാചക വചനങ്ങളിലൂടെ അവർ അപകടകരമായ വിധത്തിലും സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും സ്വയം മറന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ പറയുന്നത് ദൈവം പറയുന്നതെന്ന് അവകാശപ്പെടുന്നു. വില്യം ബ്ലേക്ക് എന്ന ഇംഗ്ലീഷ് കവി തന്റെ സ്വർഗവും നരകവും തമ്മിലുള്ള കല്യാണം എന്ന കവിതയിൽ പ്രവാചകരായ ഏശയ്യായും എസക്കിയേലും കവിയുടെ അത്താഴത്തിന് വിരുന്നു വരുന്നതായി പറയുന്നു. കവി അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവനാമത്തിൽ സംസാരിക്കുന്നു, പക്ഷേ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു? അതിന് മറുപടി പറഞ്ഞത് ഏശയ്യ എന്ന പ്രവാചകനാണ്. ഞാൻ ഒരു ദൈവത്തെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷേ സത്യസന്ധമായ രോക്ഷം ദൈവത്തിൽ നിന്നാണ് എന്നറിയുന്നു. പ്രത്യാഘാതങ്ങൾ നോക്കാതെ ഞാൻ എഴുതി. ഇവിടെ സത്യസന്ധമായ രോക്ഷം എന്നത് ആത്മാവിലുണ്ടാക്കുന്ന പ്രതിഷേധവും ദുഃഖവുമാണ്. അതാണ് വില്യം ബ്ലേക്കിന് ദൈവസ്വരം. പ്രവാചകന്മാർക്കും കവികൾക്കും സാഹിത്യകാരന്മാർക്കും കാവ്യപ്രചോദനം തങ്ങളുടെ തന്നെ ആന്തരികതയിൽ നിന്ന് ഉറവെടുക്കുന്നു. അതിന് കാരണമാകുന്നത് ലോകത്തിൽ കേൾക്കുന്ന വിലാപങ്ങളും വേദനകളുമാണ്. കാഫ്ക എഴുതി, വിലപ്പെട്ടതെല്ലാം ആന്തരികതയുടെ ദാനമാണ്. ഈ ദാനത്തിന്റെ കഥയാണ് ഏതു കവിക്കും സാഹിത്യകാരനും പ്രവാചകനും പറയാനുള്ളത്. നിരീശ്വരനായിരുന്ന ജോസെ സരമാഗു എഴുതി, നമുക്കുള്ളിൽ പേരില്ലാത്ത എന്തോ ഉണ്ട്, അതാണ് നാം. പേരില്ലാത്തതിന് പാരമ്പര്യം ദൈവം എന്ന പേര് കൊടുത്തിരുന്നു. ഈ പേരില്ലാത്തതിന്റെ പേരിൽ എഴുതുന്നവരും കോപിക്കുന്നവരും പാടുന്നവരുമാണ് നാം. കരയുന്ന ഇന്നിന്റെ കണ്ണിലെ കോപവും താപവും പലതും തല്ലിത്തകർത്തേക്കാം, പക്ഷേ അത് ഭാവിയിലേക്ക് നോക്കി സ്വപ്നം കാണുന്നു. ഞാൻ എന്റെ സ്വപ്നം വിൽക്കുന്നു എന്നതായിരുന്നു മാർക്കേസിന്റെ ആദ്യ കൃതിയുടെ പേര്. പ്രവാചകരെ കല്ലെറിയുകയും പിന്നെ അവർക്ക് സ്മാരകം പണിയുകയും ചെയ്യുന്ന തന്റെ ഇടയിലെ യഹൂദരെ യേശു കുറ്റപ്പെടുത്തുന്നു. ഈ വിമർശനം എല്ലാ കാലത്തെയും മനുഷ്യരെക്കുറിച്ചും നടത്താം. പ്രവാചകരെ ആദരിക്കുന്നവരും അനാദരിക്കുന്നവരും എന്നും ഉണ്ടായിട്ടുണ്ട്. കാവ്യ പ്രതിഭയുണ്ടായിരുന്ന പ്ലേറ്റോ പോലും കവികളെ തന്നെ റിപ്പബ്ലിക്കിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹം ഭ്രാന്തിന് ആതിഥ്യം നൽകിയാണ് കവികൾക്ക് അകത്തേക്ക് പ്രവേശനം നൽകിയത്. ഈ പ്രവാചക കാവ്യ പ്രതിഷേധങ്ങൾ എല്ലാ സമൂഹത്തിലും പല രൂപഭാവങ്ങളിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട്. അതിൽ ഏറെ ശ്രദ്ധേയമായ ആധുനിക യുഗത്തിലെ പ്രവാചക ശബ്ദമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അദ്ദേഹം കത്തോലിക്കരുടെ മാത്രം സമുദായ നേതാവല്ല. അറബികളായ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായപ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദമായവനാണ്. ആധുനിക കമ്പോളത്തിലും അതിന്റെ അവനവനസത്തിലും മണൽക്കാട്ടിലെ ശബ്ദം പോലും മാറ്റുലി കൊണ്ടു പ്രവാചക ശബ്ദമായി അത് മാറിയിരിക്കുന്നു. ഈ ജനുവരി 7-ാം തീയതി വത്തിക്കാനിൽ 190 രാജ്യങ്ങളിലെ അംബാസഡർമാരോട് അദ്ദേഹം സംസാരിച്ചു. ദേശീയതയുടെ മൗലികവാദങ്ങൾ രാജ്യങ്ങളിൽ ഉയരുന്നത് കണ്ട് അതിൽ ആശങ്ക
പ്രകടിപ്പിച്ചതായിരുന്നു ആ പ്രഭാഷണം. മാനവരാശിയെ ഒന്നായി കണ്ട് പൊതുനന്മ ലക്ഷ്യമാക്കി ആഗോള നയങ്ങൾ രൂപീകരിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ഈ മാനവികതയുടെ ആഗോള കുടുംബത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ശല്യവും ശത്രുവുമായി കാണുന്നവരാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഹംഗറിയുടെ പ്രധാനമന്ത്രി ഓർബാനും ഇറ്റാലിയൻ ആഭ്യന്തരമന്ത്രി സിൽവദീനിയും. കത്തോലിക്ക സഭയിലെ മെത്രാന്മാരിലും വൈദികരിലും അൽമയരിൽ പോലും അദ്ദേഹത്തിന് വിരുദ്ധരായി നിൽക്കുന്നവരുണ്ട്. അരമന പാപ്പാസ്ഥാനത്തിന്റെ കുഷ്ഠമാണ് എന്ന രൂക്ഷമായ സഭാ വിമർശനം ഞാൻ കേട്ടത് ഈ മാർപ്പാപ്പയിൽ നിന്നാണ്. ആത്മവിമർശനം ആത്മഹത്യയല്ല, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന നടപടിയാണ്. റവറൻഡ് ഡോക്ടർ പോൾ തേലക്കാട്. Subscribe now and press the bell icon. Never miss an update.